ഇന്നവിടെ ചീത്ത പറയാണ്. ഇന്നെ എല്ലാരും ഇങ്ങനെ മാനസികമായി ഇന്നെ വേദനിപ്പിക്കുകയാണ്. ഞാനല്ലേ കളിക്കാണ്ട് വെച്ച ഈയാനാണ് കളിക്കാണ്ട് വെച്ച മഴ വരുന്നുണ്ടാളൂ. മേഘം നോക്കി ഇതുമ്പോ നോക്കി കഴിച്ച് അടയ്ക്കാപ്പഴും. ഈ ഒരു കുളത്തിലാണ് ഞാൻ മുങ്ങി താഴ്ന്നിട്ടുള്ളത്. അതിപ്പോ അവിടെയാണ് ഞാൻ മുങ്ങിയത്. കനമോള അപരത്തിനെ കണ്ടു നമ്മൾ. അപ്പൊ നമ്മള് കൊറേ ഫോട്ടോസ് എടുത്തു. ഒന്നൂടെ കഴുകയല്ലോ പൊട്ടത്തിയേ. മുഖം നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാ നടക്കണേന്ന് അതിനൊഴുക്കി വിട്ടേ ആളോ. ഇന്ന് എന്റെ ആഗ്രഹം നടക്കാൻ പോവാണ്. നമ്മളെ ഒരു പ്ലാൻ ചെയ്തു. ആളുവിന്റെ ആഗ്രഹം എന്താ അറിയോ? ഈ വീട്ടിൽ നിന്ന് പട്ടി പിന്നാലെ കൂടിയിട്ട് ഞാനും എന്റെ കസിനും കൂടെ. പിന്നെ ഈ ഒരു വഴിക്ക് നല്ലൊരു ഓർമ്മയാണ്. അതിനുശേഷം സനമോള് നന്നായി. എങ്ങനെയാലും വ്ളോഗിലൊന്നും ഞങ്ങളെ നാട്ടുകാര് വൈബാണ് കൈസ. എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇന്ന് ഞാനും ആളും സനമോളും കൂടെ നമ്മളെ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് കുളത്തേക്ക് പോവാന്ന് കരുതി. അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മൾ വിചാരിച്ചൊരു ചെറിയ വ്ളോഗും കൊണ്ട് എടുക്കാന്ന്. അയ്യോ സന ഇങ്ങനെ മെല്ലെ ചവിട്ടി ഇങ്ങനെ കനടത്തൂര്. അപ്പൊ ഇത് കൂടെ പോയാ പോരാ? അങ്ങോട്ടൊക്കെ നീണ്ടോ? ആണ് ഞാൻ എത്തി. നമ്മളിപ്പോ എന്തിനാ ഷോർട്ട് കട്ട് എടുത്ത് ശരിക്കും? അതല്ല ഞാൻ ഉദ്ദേശിച്ച പാടത്ത് കൂടെ ഇറങ്ങിയിട്ട് അയിക്കൂടെ അങ്ങനെ കയറാനാണ്. എനിക്കറിയില്ല. ഹായ് അമ്മ. ഹായ്. ഇല്ല, സന്തോഷം കൊണ്ടുള്ള തല്ലാണ്. ഓള് കഴിച്ചെന്നൊക്കെ ചേട്ടൻ പോയിക്കോ. വെയിറ്റ് ചെയ്തു. നമ്മളൊക്കെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. മൂഞ്ചാനായിട്ട് വരുന്നതാണ്. നമ്മളെ എത്തിങ്ങാന സ്കൂൾ ഇതാണ്ടോ. എത്തിങ്ങാനന്റെ ബാക്ക് കണ്ട് എത്തിങ്ങാനന്റെ മധുര കണ്ടോടൊക്കെ എടുക്കണ്ടേന്നില്ല. ഗൈസ്, ഈ അമ്പലല്ലേ ഇത് എന്താ പറയാ എനിക്കറിയില്ല. ഈ തറയില് ഞങ്ങള് വന്നിട്ട് വിളക്ക് വെച്ചിരുന്നു. ഞാനും ചാരും നന്ദും എല്ലാരും കൂടെ. ശരിയാ. ഞാനല്ലേ കളിക്കാണ്ട് വെച്ച ഈയാനാണ് കളിക്കാണ്ട് വെച്ച ഈയാനാണ് ഞാൻ ഒരു ദിവസം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാട്ടോ. അതില് സനമോൾ ഇങ്ങനെ പോയപ്പോഴേ കളിക്കാണ്ടോ ചോദിച്ചു. അതില് ഞാൻ സാരനും കൂട്ടി വരാട്ടോ. ഞാൻ ഉണ്ട് പറഞ്ഞു. ഞാൻ വേഗം ആക്രാന്തം ഞാൻ ഉണ്ട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരു കച്ചറ നടക്കും. ഞാൻ കടയിൽ പോയി വരികയാണ്. തലയിലൊക്കെ സാധനം വെച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് അപ്പൊ ഉണ്ടായിരുന്നു ദേവ് മേലെ. ഞാൻ സെർച്ച് ഇങ്ങനെ കൊടുത്തു. എനിക്ക് പൂതിന്റെ കളിച്ചാണ്ട് ചോദിച്ചാൽ മതി. പക്ഷെ മടിയാണല്ലോ. നല്ല എക്സ്ട്രോവേർട്ട് നീ ആണ്. പക്ഷെ എനിക്ക് മടി ഇനി വന്നു വർത്താൻ പറയാം. എന്നിട്ട് ഞാൻ ചോദിച്ചു
ഞാൻ ചോദിച്ചില്ലേ ചോദിച്ചു കളിക്കാണ്ടോ മോളെ ഈ കയറ്റം ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ഈ കയറ്റം ഈ മറ്റേ കൂടെ വരില്ലേ ഈ സ്ഥലം ഇപ്പോഴും ആളുവിനെ അറിയില്ല guys. ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിച്ച സാറ് അജയ് സാറ്. നല്ല കമ്പനിയാണ് മൂപ്പര്. പക്ഷെ ഇപ്പോൾ കോളിലായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല. കുട്ടിയുണ്ട് കയ്യിൽ. കുട്ടി ഞങ്ങൾക്ക് കുറേ നേരം ടാറ്റയൊക്കെ തന്നു. സാറ് കോളിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കാൻ. നമുക്ക് വേഗം പോയി പോരണ്ട് അല്ലേ. ഇത് കോളാണ്. അതാ ഇന്നും നമ്മൾ കൊറേ മൈനേനെ കണ്ടിട്ടോ. മറ്റേ ഡയലോഗടി മരിച്ചു. 10 കണ്ടെന്താ ഉപകാരം? ഒന്നിനെ കണ്ട സങ്കടം, 2നെ കണ്ടാല് ആണോ? ഇന്നിപ്പോ നമ്മള് പോകുമ്പോ അമ്മേ അപ്പൊ 2 ഒറ്റ മീനല്ലേ? അപ്പൊ 2 പ്രാവശ്യം സങ്കടം നടക്കും. അങ്ങനെ പൊട്ടത്തിറക്കിന് പറയട്ടോ. കാര്യാക്കണ്ട guys. അങ്ങനെ നല്ലത്. ചിലപ്പോ 10 മൈനേനെ കണ്ടാ പ്രത്യേകിച്ച് ചിലപ്പോ കുട്ടിയാണെങ്കിലോ. ഈ വഴി നോക്കൂ. ഈ വഴിയൊന്നും ആള് വല്ലാണ്ട് വരാൻ ചാൻസ് ഇല്ല. എനിക്കും പേടിയാണ്. മഴ വരുന്നുണ്ടാളൂ. മേഘം നോക്കാം. ഇതുമ്മ നോക്ക് guys. അടയ്ക്കാപ്പഴം കണ്ടോ? കുറവുണ്ടേ. ഇവിടെ നിന്ന് എത്ര ആൾക്കാരില്ലല്ലേ? 4 വീടുകളുണ്ട്. 4 മണിയാകുമ്പോ വരും. പിന്നെ 4 മണി ആണ്. ആണോ? അതെന്താ 4 മണിയാകുമ്പോ വരും? പൂ പറിക്കാൻ നോക്കിയതാ. ഉണ്ടല്ലേ. താങ്ക് യു. വീടൊക്കെ ഒരു ഭംഗിയില്ലേ? അനക്കറിയാലേ ഐഡിയോടെ ആൾക്കാരുണ്ട് ഇല്ലല്ലേ? ഇതാണ് കുളം. അതെ അവളോട് പറഞ്ഞാരും ഉണ്ടാവില്ല. ആ കുട്ടി എവിടെ ചൂണ്ടടുണ്ടാവുക? ഞാൻ പറഞ്ഞാരുണ്ടാവില്ലെന്ന്. അയ്യോ ഓണം ഫോട്ടോഷൂട്ട് എങ്ങനെ സാരി കൊടുത്തിങ്ങോട്ട് വരിക? പറ്റും. അവളിങ്ങനെ അലക്കുക. എന്നിട്ട് എന്തോ ഒരു ഷൂട്ട്. ഓർമ്മയില്ല. ചേച്ചിക്ക് അതൊക്കെ ഉണ്ടോന്നോ? അങ്ങനെ എന്തോ അല്ലേ? ആ ചേച്ചിക്ക് നീന്താൻ അറിയില്ലേ? അങ്ങനെ ചോദിക്കണ്ടാളൂ.
ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആള് പണ്ടൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു ഈ കുളത്തിൽ വെച്ചിട്ട്. അപ്പം ആളുവിൻ്റെ ഡയലോഗ് ഓർത്തെടുത്ത് പറയാണ്. ഈ ഒരു കുളത്തിലാണ് ഞാൻ മുങ്ങി താഴ്ന്നിട്ടുള്ളത്. ചാവാനായിരുന്നു. ഉറക്കം പറ. ഈ പറയാ ഉറക്കം പറ. എത്ര വയസ്സാവും അപ്പൊ ഉണ്ടാവുക? 3-4 വയസ്സായിട്ടുള്ളൂ. അത്ര ഉള്ളു കേട്ടോ. ഞങ്ങള് നോക്കുമ്പോ ഇത് ഇറങ്ങിണ്ടേ. അല്ല കുഞ്ഞമ്മ എന്നെ നീന്തലടിപ്പിച്ചാ. കുഞ്ഞമ്മേന്റെ കൈ വിട്ട് പോയിണ്ട്. അറ്റ വല തന്നെ അതിനെ പൊക്കി എടുത്തു. കുഞ്ഞമ്മേലെടുത്ത് അവിടേക്ക് എത്തിനു. ഇവിടെ ആ മൂലക്ക്. കുഞ്ഞമ്മല്ല അമ്മേടെ അടുത്ത് തന്നെ. ഇന്നയാണ് കുഞ്ഞമ്മ. ഞാൻ ഷോർട്ട് കഥയായിട്ട് പറഞ്ഞു. ഉടുമ്പ് ഗൈസ് ഓണെന്നില്ല. സോറി ഗൈസ്. ഇവിടെ ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഞാൻ ക്യാമറ കൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ ആയിക്കോട്ടെ ഒരു വലിയ കീരി ഓടിയേ. അതാണ് ഇപ്പം ഞാൻ പറയണത്. അവിടെയാണ് ഞാൻ മുങ്ങിയത്. ഇവിടെ ശ്വാസം കിട്ടാണ്. ഞാൻ ആ കുളത്തിന്റെ അടിയത്തെ മീനാളൊക്കെ കണ്ടു കണ്ണിലൂടെ. ഹായ് നല്ല മീൻ. അത്രങ്ങാനും പക്ഷെ വലിയ മീനില്ല തോന്നുന്നു. സന നോക്കി വാട്ടോ. സനമോള അപരത്തിനെ കണ്ടു നമ്മൾ. അത്രയും കാണിച്ചേ. ഓളതേ ഡ്രസ്സ്, ഓളതേ മരുമുടി, ഓളതേ മരി. ഞണ്ടുണ്ടോ? ശരി. കിട്ടും അല്ലേ? ഞങ്ങള് കുറച്ചുകൂടെ ഗൈസ് അപ്പൊ നമ്മള് കൊറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ട്. നോക്കി ഞാൻ ഇതിലിങ്ങനെ അങ്ങനെ ആഡാക്കിയിട്ട് പാട്ടിങ്ങനെ വെച്ചുതരാം. അവിടെ ഇല്ല. ശരിക്കും ഇല്ല, കാണില്ല. കഴുകയല്ലോ പൊട്ടത്തിയേ. വേണ്ട അല്ലേ, ഞാൻ പോവും. നനഞ്ഞിട്ടോ അവസാനം അധ്വാനമാണ്. ഒന്നൂടെ അതൊരു വ്ളോഗിന് ഫോട്ടോ എടുക്കുന്ന കൈസ്. ആ വ്ളോഗില് പെട്ടില്ല. എന്നൊക്കെ ഞാനും സാനൊന്ന് അങ്ങനെ ഫോട്ടോ. മുഖം വെള്ളാക്ക്. തോന്നണില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്താ അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നുന്നത്? ഇന്നാള് പാട്ടടിയില്ല. ചലിക്കാം. പൊളി. മഞ്ഞുതുള്ളീന് എന്താ പറയാ വേറെ? പത്തുള്ളി.
ഓ ഏതപ്പോ പോസ്. അപ്പൊ ഞങ്ങള് വിട പറയാണ്. കൊറേ ഓർമ്മകൾ തന്നു ഞങ്ങൾക്ക് വേണ്ടി. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാ നടക്കണേന്ന് അതിനൊഴുക്കി വിട്ടേ പോ. അപ്പോ മുങ്ങിച്ചത്ത കുളത്തിനോട് ബൈ ബൈ ഗൈസ് ബൈ. അപ്പൊ നമ്മളെ കുളത്തിനോട് രണ്ടാളെ എൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇതിലെയാണ് പോകുന്നത്. എൻ്റെ കോസ്റ്റ്യൂമും കറക്റ്റ് പോകാണ്. നമ്മൾ പോകാണ് വീട്ടിലേക്ക് പോകാണ്. പുറത്തുനിന്ന് ഞങ്ങളുടെ പേരാണ്. കൊള്ളാം. നമുക്ക് പോയാലോ ജിമ്മിനെ അല്ലാണ്ട് വർക്കൗട്ട് ഒന്നും നടക്കണില്ല. മഴ വരും വിചാരിച്ചിട്ട് വലിയ കൊട എടുത്തിട്ടും മഴ പെയ്തു. ഞങ്ങൾ നമ്മൾ കൊട എടുത്തില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്തേന്ന്. ഇതിനെന്തൊരു പേരുണ്ടല്ലേ അറിയില്ല. ഇപ്പൊ വീണേന്നു. സൈക്കിൾ ഇത് ഓട്ടി അവിടെ വരെ എത്തിക്കോ? എന്തൊരു ഇറങ്ങി വരും. അന്ന് ഈ വീടിന്റെ തറ മാത്രമേ ഇവിടെ. പിന്നെ ഇത് കുറച്ച് കയറ്റി വെച്ചു. പക്ഷെ അവിടെ എപ്പോഴും പട്ടിയാളോ. പിന്നെ ഈ വീട് ഇങ്ങനെ ഇല്ല. ഇന്നവിടെ ചീത്ത പറയാണ്. ഇന്നെ എല്ലാരും ഇങ്ങനെ മാനസികമായി ഇന്നെ വേദനിപ്പിക്കുകയാണ്. ഇട്ടാലോ ഫസ്റ്റത്തെ വീഡിയോ അപ്പൊ എല്ലാരും കാണും. സനമോളെ എല്ലാവരും എന്ത് പറ്റി? സനമോൾ ഫാൻസ് വരൂ, ലൈക്ക് അടി. സനമോളുടെ ഫാൻസിനൊക്കെ ചിലപ്പോ കൊറേ പിന്നെ അതാ ഈ ചെടിയൊക്കെ ഒരു ദിവസക്ക് ഇത് കൂടെ കാണാൻ ആഗ്രഹം വന്നപ്പോഴേ ഞാൻ സ്കൂൾ വിട്ടിട്ട് ഇത് കൂടെ വന്നേ. ഇവിടുന്ന് പാമ്പിനെ കണ്ടിട്ട് ഞാനും ബാബ എപ്പോഴും പേടിച്ചു. ഇങ്ങനെ കഥ പറഞ്ഞ ഇങ്ങനെ നടക്കുക. പിന്നാലെ കൂടും. ആളോ ഇന്ന് എന്റെ ആഗ്രഹം നടക്കാൻ പോവാണ്. നമ്മളെ ഒരു പ്ലാൻ ചെയ്തു. ആളുവിന്റെ ആഗ്രഹം എന്താ അറിയോ? എനിക്ക് പുതിയ ഡ്രസ് വാങ്ങി തരാം. അതെ എന്റെ ആഗ്രഹം അതാണ്. എനിക്ക് പുതിയ ഡ്രസ് വാങ്ങി. പിന്നെ എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് വേറെ വീഡിയോ ഒക്കെ ഇടല്ലേ? ആരാഗ്രഹം? വിഷ്ണുവിനും ഞാന് ഷിജു ബാബ ഞങ്ങളിവിടെ കൊറേ മുള്ളമ്പഴം ഉണ്ടാവും. അതൊക്കെ പറക്കും. എന്നിട്ടോ വിഷ്ണു ഒരു ഈ വീടാണ് എന്തൊരു ഭംഗി. ഒരു ഇരുട്ടിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഓടറ്റ വീടുണ്ട്. ഇപ്പൊളിക്കുണ്ട്. ഹസ അല്ല ഹെസ. നമ്മള് ഹസ എന്നാ വിളിച്ചേന്ന്. ഉണ്ടോ ഇവിടെ? ടെറസിന്റെ മുകളിൽ കയറണോ? പിന്നെ നമ്മളൊരു പാട്ട് മാഷ് ഉണ്ടായിരുന്നു. ഒരു ഇവിടെ ഹരി പേരുള്ള ഒരു മാഷ്. ഉറക്കെ പറയും. പിന്നെ എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. സന ഇവിടെ ഇതിന്റെ ഉള്ളിലൊരു അടയ്ക്കാപ്പഴന്മാരുണ്ടെങ്കിലേ ഇത് ഞങ്ങള് താമസിച്ചെന്ന വീടാണ്. പക്ഷെ ഇപ്പൊ നമ്മള് വീടൊക്കെ വെച്ച് മാറി ഗൈസ്. ഞാളു നട്ട നെല്ലിമരം കാണിച്ചു തരാട്ടോ. ഈ വീട്ടിൽ നിന്ന് പട്ടി പിന്നാലെ കൂടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടെ ഈ ഗേറ്റ് തുറക്കാൻ കിട്ടാത്തോണ്ട് ആകെ അല്ലേ ഓർമ്മല്ലേ? മാളൂനെ അറിയില്ലേ? മാളും ഞാനും പിന്നാലെ കൂടിയിട്ട് ഒറ്റ ഞാൻ മുന്നിലിട്ടോ, മാളിൻ്റെ ബാക്കിലേന്നേ. എന്നിട്ട് മാളുവിൻ്റെ അടുത്തെത്താനായി പട്ടി. എന്നിട്ട് ആഴ്ചത്തെ എന്താ താത്തൻ്റെ പേര് എനിക്ക് ഓർമ്മല്ല. ആ താത്ത വന്ന് രക്ഷിച്ച് ഞങ്ങളെ. ആസിയാത്ത ആള് കുഴിച്ചിട്ട നെല്ലിമരം ഇതാ. അയ്യോ ഇത് നോക്ക്,
ഇതാവും ആളു കുഴിച്ചിട്ട് നെല്ലിമരം. ആളും ബാബയും കൂടെ കുഴിച്ചിട്ട നെല്ലിമരാണ് ഗൈസ് ഇത്. ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. നെജല്ല, ഇവിടെയാണ് ഞാൻ പൂനില ഉദിച്ചതാ കളിച്ചത്. ആ ഡാൻസ് പെർഫോമൻസിന്റെ മുന്നേ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഓടിയതാട്ടോ. അവിടെ വീണു. അവിടെ വീണിട്ട് കാല് മൊത്തം മുറിയും ചാരി ആകെ. എന്നിട്ട് അതും വെച്ച് ഞാൻ ഡാൻസ് കളിച്ചു. ഫുൾ എന്തിനു വാങ്ങിക്കോ സാധനം പാട്ടാടി വെച്ച് കേട്ടില്ല. ഒന്നൂടി പാടും. അതുകൊണ്ടാണ് കഴിവില്ലായ്മ പുറത്ത് കാണിക്കാനല്ല. ഒറ്റയ്ക്ക് ഇതാ നടന്നങ്ങനെ പോണേ. ഞങ്ങളിന്ന് വേണ്ട. CCTV ഉണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അനീവിയൻ്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടാവും. നോക്കണേ, അത് നോക്കണോക്കാ. ഇത്രയും നാള് ഞാൻ സ്കൂള് വിട്ടു ഇങ്ങടെ നോക്കല്. ഞാൻ നേരെ ഇവിടെ വഴിക്ക് വിടുവേ. വഴുക്കല നടക്ക്. ഇത് വഴുക്കുന്ന് തോന്നും, പക്ഷെ വഴുക്കൂല ഗൈസ്. അത് വീണാലേ അപ്പൊ അടിപൊളിയാവും. പണ്ട് ഞാൻ ബാബേനോട് ഓർമ്മയുണ്ട്, കുളത്തിനോട്ടുകൂടെ നടന്നിട്ട് ഹാസ്റ്റലിലത്തെ കഥകൾ ഇങ്ങനെ പറയാം. രസമാവും കേൾക്കാൻ, പക്ഷെ ഇപ്പൊ രസമല്ല. അത്രയും പ്രായമായി എന്നർത്ഥം. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും കമന്റ് ഇട്ടോ ഞങ്ങളെ ഇന്നലത്തെ വ്ളോഗില് ഞങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു വഴിക്ക് നല്ലൊരു ഓർമ്മയാണ് അല്ലേ? ഞങ്ങൾക്ക് ഓർമ്മല്ലേ? ഞങ്ങൾ സ്കൂട്ടിയുമൊക്കെ വരും മറ്റേ ഇതിന് നാട്ടെ പോക്കറ്റിലുണ്ട്. ഇൻ്റെ അടുത്ത് കിട്ടിയ നല്ലൊരു സ്വഭാവം സനമൊക്കെ അതാണ്. പ്ലാസ്റ്റിക് കാറോള് ഇടൂല. എൻ്റെ അടുത്താണ് ചീത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കാർ അങ്ങനെ ഇട്ടിട്ട്. അതിന് ശേഷം സനമോള് നന്നായി. ഞാൻ എൻ്റെ ബാഗിൻ്റെ വലയില് ഇത് തിന്നാൻ പാടില്ല, പക്ഷെ നമ്മൾ തിന്നും. ഇടയ്ക്ക് തിന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ താങ്കൾ ഉദ്ദേശിച്ച റംബൂട്ടാൻ മരമുള്ള വീട്. അതല്ല, ഇത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ഇത്. പറയാം, ഇവിടെയാണ് ശ്മശാനം. ഇപ്പം എന്താ ഇതിനെപ്പറ്റി പറയാം. അവിടെ ആകെ കാടാണ്. എന്ത് പറയാണ്ട് ഇവിടെ പാട്ടിനെ പറ്റി നമ്മൾ എത്തിങ്ങാനയിൽ പുതിയ വന്ന ബിൽഡിംഗ് ആണ്. ആകാശം കണ്ടോ ആകാശം. മന്ദാരാണ് കേട്ടോ. ഇതാണ് ശ്മശാനത്തേക്ക് പോവാനുള്ള വഴി. ഈ നേരത്താണ് പോകുമ്പോഴല്ല. പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടോ? വിശ്വാസമുണ്ട്. വിശ്വാസം നമ്മൾ പറയും. ഇവിടെ രാത്രി പുറത്ത് അങ്ങനെ ചെറിയ പേടി. അവിടെ നിന്ന് ആരും വരുന്നു നമുക്ക് തോന്നുന്നു. നമ്മൾ കിടക്കുമ്പോണ്ടല്ലോ ജനങ്ങൾക്ക് നോക്കിയാ ജനലിന് ആരും നോക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ബാക്കിൽ നിന്ന് ആരോ നടന്നു വരുന്നതായിരിക്കും. ഇത് എത്തിങ്ങാനേക്ക് ഇനി പുതിയ എൻട്രൻസ് എടുക്കാണ്. ഇതല്ല നേരത്തെ പോകുമ്പോഴും പറഞ്ഞു. ആര് ഇത് വരുമ്പോഴും പോകുമ്പോഴുള്ള പരസ്യടി. എന്നോട് ആരെങ്കിലും വ്യക്തികളൊക്കെ പരസ്യം എടുക്കാൻ പറഞ്ഞിരുന്നു. കുട്ടികളൊക്കെ ആഡ് ഉണ്ടായിരുന്നേ. അപ്പൊ എല്ലാരും എത്തിങ്ങാനെ ചെന്ന് ചേരുക. മുതിർന്നവർക്കും എങ്ങനെയായാലും നമ്മള് വ്ളോഗിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. കേട്ടോന്നാ മതി. വെറുതെ വ്ളോഗ് എടുത്ത് ഇങ്ങനെ നടക്കുക.
ഞങ്ങൾ ആ പഞ്ചായത്ത് കുളത്തേക്ക് പോയതാ അവിടെ നീന്താൻ അറിയില്ലേ? ഞങ്ങള് വേറെ ചാടി മുങ്ങി ചത്തിട്ട് ഇതാണ് നമ്മളെ ബൈജത്താട്ടൻ നിർത്തി തന്ന നമ്മളെ ബ്ലോഗിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മളെ നാട്ടുകാർ. രാമേട്ടനെ നല്ല ഇഷ്ടമാണ്. സുബിച്ചേച്ചി വേഗം ബാക്കിലോട്ട് നമുക്ക് രാമേട്ടന് മാത്രമായിട്ടൊരു കണ്ടന്റ് ചെയ്യാം. രാമേട്ടൻ റാം കാരണം എന്താ പറയുക, ഞങ്ങൾ അതേ വൈബാണ് രാമേട്ടൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് രാമേട്ടനെ പറ്റിയിട്ട്. അലോദിങ്ങക്ക് ഞങ്ങൾ നാട്ടുകാർ വൈബാണ് ഗൈസ്. എങ്ങനെ പറയണമെന്നറിയില്ല. രാവിലെ ആയ എല്ലാവരും ഞാൻ ഒരു ദിവസം തൈക്കോണ്ടേക്ക് പോണ വ്ളോഗ് ഞാൻ എടുക്കണുണ്ട് ഗൈസ്. എൻ്റെ ക്ലാസ് കുട്ടീൻ്റെ വീടാണ്. അല്ലെങ്കിൽ എപ്പോഴും ആ കസാരയിൽ അലോദിങ്ങക്ക് ഇരിക്കലുണ്ട് കേട്ടോ. എന്താണ് അലോദിങ്ങാക്കൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്താണ് നീലക്കോറില്ല കേട്ടോ, ആ മലേൻ്റെ. കുത്തിയെന്നോ തൊട്ടു ബാപ്പുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചെന്നുണ്ടാവും. ബാപ്പുട്ടിയൊക്കെ ആണെങ്കിൽ എപ്പം നിർത്തണം. സർലാക്കല്ലത് കോഴിത്തീറ്റന്റെ മണ. ഇവിടുത്തെ ഫാമിന്റെ കോഴിത്തീറ്റന്റെ മണം വന്നിട്ടേ അല്ല ആള് പറയാ സർലാക്കിന്റെ മണെന്ന്. മോശം മോശം. എന്താ നമ്മൾ ഈ വീട്ടിൽ കൂടെയാണ് നമ്മളെ തുടക്കത്തിൽ ഈ വ്ളോഗിന് തുടക്കം ഓർമ്മ ഉണ്ടോ ഗൈസ്? ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ചെവിയിലെ ചെമ്പരത്തി വെച്ച് വെള്ളം വെള്ളം ആന്നോണ്ട് വിചാരിക്കാം. അതിന് ചെമ്പരത്തില്ല. ആക്കണം അവിടെ എത്ര ചെമ്പരത്തിയ. ഓക്കിപ്പോ മൂടില്ല കേട്ടോ, ഒക്കെ മൂടില്ല. രാജഗിരിയുടെ അങ്ങനെ ഒരു വൈൻഡ് അപ്പ് പറയും. അപ്പൊ ഗൈസ് നമ്മൾ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ. ഐ ഹേറ്റിന്റെ കൊറിയൻ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ആ ഡാൻസ് ജില്ലിയാണ്. അപ്പൊ ചെമ്പന്നി ഇതെന്തിന്റെ ഡാൻസ് ജില്ലിയോന്റെ ആണല്ലോ. ഐ ലവ് യു എന്നറിയോ? സാരംഗി ബൈ.